ഉം. ഇല്ല, പാലായിരിക്കുന്നേ. പാല 2 ഓവർ പാല അവിടെ ഇരുന്നു, ഒന്നല്ലേ എടുത്തോളൂ. മയങ്ങി മയങ്ങി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോനുകുട്ടനെ കാണാൻ മോനുകുട്ടൻ്റെ ടീച്ചർമാർ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പെട്ടിരിക്കുവോ. വീട് കൊണ്ട് കാണിച്ചില്ല. വരാനിപ്പോ ദൂരം കാണിച്ചാൽ വീട്ടിലെത്തിയിട്ടില്ല. ഭയങ്കര ഡീസന്റ് ആയിരുന്നല്ലോ. തരാം, അമ്മമ്മ എടുത്തോളൂ. ഡീസന്റ് ആയതാ, ഡീസന്റ് ആയതാ. ടീച്ചർമാർ വരുന്നുണ്ട്, അവരോട് വിശേഷങ്ങളൊക്കെ പറയണ്ടേ. സ്കൂളിൽ ഭയങ്കര ലോഹ്യം എല്ലാരോടും. മോനുകൂടെ കഴിക്കും, ടീച്ചർമാർ കൊണ്ടുവന്ന കേക്കാം. ഫോൺ കൊടുക്ക, അച്ഛൻ പോവാ. വണ്ടി ഇട്ട് പൊട്ടിക്കാൻ പറഞ്ഞു. ഇവിടെ ഒന്നും പൊട്ടിക്കണം, നമുക്ക് അപ്പുറത്ത് പൊട്ടിക്കാം. ഞങ്ങൾ എന്നിട്ട് അപ്പുറത്ത് വെച്ചിട്ട് അവിടെ ഇട്ടാ പോകും. അവന്റെ വണ്ടിയുടെ സൈലൻസർ മാറ്റിയടാ, അത് ബുള്ളറ്റിന്റെ സൈലൻസർ മാറ്റിയതാ. അത് കഴിഞ്ഞിട്ട് അത് പൊട്ടും, പുറത്തിറങ്ങണ്ടേ.
ഇറങ്ങിപ്പോടാ. ടാറ്റ. അണ്ണ ഇന്ന് വെള്ളോട്ട് എത്തി വെച്ചോ, എൻ്റെ വണ്ടിയിലെ വണ്ടിയിരിക്കുന്നു. മുത്തും ഞാനും കൂടെ രാവിലെ പോയത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മുത്ത് തിരിച്ചു വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഷാലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പം അവൻ പിന്നെ എന്നെ അവിടെ കൊണ്ടുവിട്ടേച്ച് എളുപ്പം നീങ്ങി പോയിരുന്നു. പിന്നെ വൈകുന്നേരം വിളിക്കാൻ വന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ടീച്ചർമാർ വിളിച്ചത്, ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന് മോനുകുട്ടിനെ കണ്ടിട്ട് അങ്ങോട്ട് പോയി. നിഖില് പോയി, ഷാലോമും പോയി. പിന്നെ ഇനിയിപ്പോൾ ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരട്ടെ പ്രിയങ്ങളെ. 7:30 കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന 2 പേരെ കണ്ടു. യാദൃച്ഛ്യമായിട്ട് കണ്ടതാണ് കേട്ടോ. മെഡിസിൻ മേടിക്കാൻ വന്നപ്പോൾ അമ്മക്കിളിയല്ലേ വീഡിയോ ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പോയി. പിന്നെ വേറെ എന്താണ് ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ. അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. പകലൊക്കെ ഓട്ടവും പാച്ചിലും ആയിരുന്നു കേട്ടോ. ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനപ്രയാസം അത്രയേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം തരണം ചെയ്യാൻ ദൈവം അനുവദിക്കണമെന്ന് എൻ്റെ പ്രിയങ്ങളും പ്രാർത്ഥിക്കുന്നവരുണ്ട്, എനിക്കറിയാം. പിന്നെ ഈ പറയുന്നത് പോലെ എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് കാണുന്നവരുണ്ട്. പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നവരുണ്ട്. എന്തിലും എന്താ പറയുക, ദുഷിപ്പ് വിചാരിക്കുന്നവരുണ്ട്. അവരോടൊന്നും നമുക്കൊന്നും പറഞ്ഞ് തിരുത്താൻ പറ്റില്ല. അവരവരുടെ ജീവിതകാലം മുഴുവനും ഇങ്ങനെ ഒരാളല്ലെങ്കിൽ മറ്റൊരാളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് സന്തോഷിച്ച് അവരങ്ങനെയാണ് ജീവിച്ച് ശീലിച്ചത്. അങ്ങനെ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. അവരെയൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായി എന്നെ സ്നേഹിക്കുകയും എൻ്റെ മക്കളെ കരുതുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരുടെ പ്രാർത്ഥന വേണം. ബാക്കിയുള്ളവരൊക്കെ അവിടെ കിടന്ന് പറയട്ടെ. അപ്പം ഞാനൊന്ന് കുളിച്ച് ജപിച്ച് വരാം. ഇന്നിപ്പോൾ അടുക്കള പാചകമൊന്നുമില്ലായിരുന്നു. ശാലോമൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിക്കാൻ. അപ്പം അമ്മ മീൻ മറക്കാനൊക്കെ ഉണ്ടായിരുന്നു, ഇരിപ്പുണ്ടായിരുന്നു, കറികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് പൈനാപ്പിൾ പച്ചടി ഉള്ളത് കൊണ്ട് എല്ലാവരും വയറ് നിറച്ച് ചോറും. അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി പാചകമൊന്നുമില്ല അടുക്കളയിൽ. അപ്പം ഞാൻ ഇപ്പം വരാം. ഞാനങ്ങ് പോവാം. അതിന് ഞാൻ പറഞ്ഞു ഞാനങ്ങ് പോവാണ്. ഇതിനകത്ത് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാമ്പു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അഴുക്കായിപ്പോയി. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഇത് കാലിയായിട്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇവിടെ ഉള്ളതിൻ്റെ ഒരു തണ്ട് വെക്കാം അല്ലേ. എങ്ങനെയുണ്ട്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നേ, അത് വറുത്ത് വെച്ചിട്ടുണ്ട്.
മോനിക്കുട്ടോ വാ ചേച്ചനെ വിളി. മോന് തരട്ടെ? മോന് തരട്ടെ? എന്നാ വാ. ഇവിടെ ഇരുന്നാണോ കഴിക്കുന്നത്? ആ അല്ല അലമാരി ഇങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് ഇങ്ങോട്ടെ. എനിക്ക് ചോറ് വേണ്ട, ദോശ വേണം. ഉണ്ടാക്കിയ ദോശയ്ക്ക് പിന്നെ ചൂടിരിക്കുക. ചൂടല്ലേ കഴിക്കുന്നുള്ളൂ. അതിടാ ഒരു ഇത് മേടിക്കും. അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ ഇതിന്റെ കാര്യം ഞാൻ ഓർഡർ ചെയ്യുക. ഞാൻ വിചാരിച്ച് ചെറുതിടാം. ഇതുപോലത്തെ ഇത് ബെഡിന്റെ നടുക്കില്ലേ, ബെഡിന്റെ ഇപ്പുറത്തെ സൈഡ് അവിടെ ഇടാൻ. ഇല്ലെങ്കിൽ ഞാൻ ചെറുതിട്ട് എണീക്കുമ്പോൾ ഒരു സൈഡ് ഉണ്ടല്ലോ. നിഖില് അടിച്ചു. നിഖില് കഴിക്കാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതും വരുവോ. അവർക്ക് ദോശ കൊടുത്തു. അമ്മയ്ക്ക് ചോറ് വേണ്ട. ഞാൻ ചോറ് വിളമ്പട്ടെ. എനിക്ക് ചോറ് വേണം. കറികളൊക്കെ അപ്പുറത്താണ്, എടുക്കാം, എന്നിട്ട് പോകാം. ഉച്ചയ്ക്ക് അവരെല്ലാവരും ഈ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ചോറിന് കൂടെ കൂട്ടിയത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഇച്ചിരി അമ്മ മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ മത്തി വറുത്തതും നമ്മളിന്നലെ മാന്തൽ കറി വെച്ചായിരുന്നല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് തോരൻ ഇന്നലെ എടുക്കാൻ മറന്നുപോയി. ചക്കക്കുരുവും ചീരയിലയും കൂടെ തോരൻ വെച്ചത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ചോറുണ്ണുവാണ്. അവർ രണ്ടുപേരും രാവിലെ ദോശ ഉണ്ടാക്കിയതിൻ്റെ മാവിരിപ്പുണ്ടായിരുന്നു. തക്കാളി ചമ്മന്തി ഉണ്ടായിരുന്നു. പിന്നെ മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ ദോശ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. അമ്മ നേരത്തെ കിടന്നു കേട്ടോ, അമ്മയ്ക്ക് ചോറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം, മറന്നു പോകരുത്. നാളെ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.